വിചാരണയ്ക്ക് ശേഷം ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മനുഷ്യവർഗങ്ങൾ മുഴുവൻ 3 വിഭാഗമായി തിരിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം രക്ഷിതാവിൻ്റെ അനുഗ്രഹവും കരുണയും നേടിയെടുത്ത് സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ യാത്രയാകുന്ന മഹാഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അതിൽ രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങി ഇനി ഒരിക്കലും മോചനമില്ലാത്ത ക്രൂരതയുടെ വീടായ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന, ആനയിക്കപ്പെടുന്ന, വലിച്ചിഴക്കപ്പെടുന്ന ഭാഗ്യം കെട്ടവരാണ്. മൂന്നാമത്തെ വിഭാഗം നന്മയും തിന്മയും ഒരുപോലെയായി തിന്മയുടെ ആധിക്യത്താൽ സ്വർഗത്തിൽ പോകാൻ കഴിയാതെ നന്മയുള്ളതിനാൽ നരകത്തിലേക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ സ്വർഗ നരകങ്ങൾക്കിടയിൽ അള്ളാഹു സംവിധാനിച്ച ആറാഫ് എന്ന സംവിധാനത്തിലേക്ക് പോകുന്നവരുമുണ്ട്. ഈ 3 വിഭാഗത്തെയും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 3 വിഭാഗവും തമ്മിൽ നടക്കുന്ന ചില സംഭാഷണങ്ങളും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ മനുഷ്യനെ വഞ്ചിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന 3 വസ്തുതകളെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ആ 3 വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ മൂലിയെക്കുറിച്ചുമാണ് ഇൻഷാ അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഈ ആറാഫിലുള്ള മനുഷ്യന്മാർ നരകക്കാരോടും സ്വർഗക്കാരോടും സംസാരിച്ച് അവസാനം നരകക്കാർ സ്വർഗക്കാരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. വനാദ അസ്ഹാബുന്നാർ, നരകക്കാരെ വിളിക്കുന്നു. അസ്ഹാബൽ ജന്ന, സ്വർഗക്കാരെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അൻ അഫീദു അലൈനാ മിനൽ മാ, കുറച്ച് വെള്ളം ഞങ്ങൾക്ക് നൽകുമോ? ഔ മിമ്മാ റസഖക്കുമുല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ എണ്ണമറ്റ പാനീയങ്ങളിൽ നിന്ന് വല്ലതും നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു തരുമോ? ഖാലു, മറുപടി നൽകപ്പെടും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, നിഷേധികൾക്ക് മേൽ അള്ളാഹു അതെല്ലാം ഇന്നേ ദിവസം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത ആയത്തിൽ ഞാൻ പറഞ്ഞ ഈ 3 സംഗതികളിൽ ഒന്നാമത്തെ സംഗതി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. മനുഷ്യനെ മുച്ചൂടും നശിപ്പിക്കാൻ കഴിയുന്ന, മനുഷ്യന്റെ ദുനിയാവും ആഖിറവും ഇല്ലാതെയാക്കി കളയാൻ കഴിയുന്ന 3 അപകടങ്ങൾ. അതിലൊന്നാമത്തെ അപകടം ബാധിച്ചവരാണ് നരകത്തിൽ കിടന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹുവൻ വലഇബാ വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയാ فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. എല്ലാ തരത്തിലുള്ള കാരുണ്യവും സ്നേഹവും നിഷേധിക്കപ്പെടുന്ന ഈ ഹതഭാഗ്യരായ മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അല്ലദീന ഇത്തഖദു, അവർ സ്വീകരിച്ചവരാണ്, ദീനഹും, അവരുടെ മതത്തെ, ഈ ദീനിനെ, ലഇബൻ വലഹുവാ, കളിവിനോദമായി കൊണ്ട്. ഈ മതത്തിന്റെ ആചാരങ്ങളോട് അവർക്കൊരു ഗൗരവമുണ്ടായിരുന്നില്ല. ഈ മതത്തിന്റെ വിശ്വാസങ്ങളോട് അവർക്കൊരു ഗൗരവമുണ്ടായിരുന്നില്ല. ഇതിന്റെ കർമ്മങ്ങളോടോ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങളോടോ അവർക്കൊരു തരത്തിലുള്ള ഗൗരവവും ഉണ്ടായിരുന്നില്ല. അവർ ഈ ദീനിനെ കണ്ടത് കളിവിനോദമായി കൊണ്ട് മാത്രമാണ്, നേരം പോക്കായി കൊണ്ട് മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന വസ്തുത നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ വർത്തമാന ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മതി. മുസ്ലിം ഉമ്മത്തിനിടയിൽ നടത്തപ്പെടുന്ന വിവാഹാഘോഷങ്ങൾ, ആ വിവാഹത്തിന്റെ വേളയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഇസ്ലാം പരിഗണിക്കപ്പെടുന്നത്? എവിടെയാണ് വിശ്വാസം പരിഗണിക്കപ്പെടുന്നത്? എവിടെയാണ് ഈമാൻ പരിഗണിക്കപ്പെടുന്നത്? എവിടെയാണ് ആദർശം പരിഗണിക്കപ്പെടുന്നത്? തോന്നിയതുപോലെ ഹക്കും ബാത്തുലുമില്ലാതെ, നന്മ തിന്മകൾ വ്യത്യാസമില്ലാതെ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പരിഗണിക്കാതെ ആഘോഷിച്ച് തിമിർത്താടുന്ന ഉമ്മത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഉമ്മത്തിന്റെ വിവാഹവേളകളിൽ ദീന് നിലനിൽക്കുന്നത്, ഇസ്ലാം നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു ഉസ്താദ് വന്നിട്ട് നിക്കാഹിന്റെ സമയത്ത് ഇലാ ഹദ്റത്ത് വിളിച്ച് ഫാത്തിഹ ഓതി എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദും ഫലഖും നാസും ഓതിക്കൊണ്ട് ദുആ ചെയ്യുന്ന ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ, ഏതാനും മിനിറ്റുകൾക്കപ്പുറത്ത് പിന്നീട് ആ വിവാഹവേദികളിൽ ഇസ്ലാമില്ല, ആ വിവാഹവേദികളിൽ ആദർശബന്ധമില്ല, ആ വിവാഹവേദികളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പരിഗണനയില്ല. ഉമ്മത്തിന്റെ ഏതേത് രംഗങ്ങൾ നിങ്ങളൊത്ത് പരിശോധിച്ചു നോക്കുക. സാമ്പത്തിക രംഗമാകട്ടെ, വിദ്യാഭ്യാസ രംഗമാകട്ടെ, വൈയക്തിക രംഗമാകട്ടെ, കുടുംബരംഗമാകട്ടെ, ആധുനിക ലോകത്ത് മതമെന്ന് പറയുമ്പോൾ അപകർഷതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹുവൻ വലഇബാ. ഈ ദീനിന്റെ വിഷയത്തിൽ, നമസ്കാരത്തിന്റെ വിഷയത്തിലാകട്ടെ, കടപ്പാടുകളുടെ വിഷയത്തിലാകട്ടെ, ഉത്തരവാദിത്തങ്ങളുടെ വിഷയത്തിലാകട്ടെ അവർക്കൊരു ഗൗരവമുണ്ടായിരുന്നില്ല, അവരതിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. എന്താണ് അതിന്റെ കാരണം? വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയാ. ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു, ചതിച്ചു കളഞ്ഞു എന്നതാണ് അതിന്റെ കാരണം. ഈ ദുനിയാവിന്റെ പളപളപ്പിൽ അവർ മയങ്ങിപ്പോയി. ഈ ദുനിയാവിന്റെ മനോഹാരിത എന്നും നിലനിൽക്കുന്നതാണെന്ന് അവരറിയാതെ ആശിച്ചു പോയി, വ്യാമോഹിച്ചു പോയി. അതുകൊണ്ടാണ് ഈ ദീനിനെ അവർക്ക് ഗൗരവതരമായി കാണാൻ സാധിക്കാത്തത്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ എത്രയോ മനുഷ്യന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉദാഹരണങ്ങൾ ഖുർആനിന്റെ താളുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമകാലികനായ അഹങ്കാരിയും ധിക്കാരിയുമായിരുന്ന ഫിർഔനിന്റെ അഹങ്കാരത്തെക്കുറിച്ചും അവന്റെ പതനത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ അതാക ഹദീസു മൂസാ. പ്രവാചകരെ, മൂസായുടെ കഥ അങ്ങേക്ക് വന്നെത്തിയിട്ടുണ്ടോ? മൂസായുടെ സംഭവം അങ്ങേക്ക് വന്നെത്തിയിട്ടുണ്ടോ? എങ്കിൽ കേട്ടോളൂ. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഇദ്നാജാഹു റബ്ബുഹു ബിൽവാദിൽ മുഖദ്ദസി തുവാ. പരിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ രക്ഷിതാവത അദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തുഗാ. അങ്ങ് ഫിർഔനിന്റെ അടുത്തേക്ക് യാത്രയാവുക, ഫിർഔനിന്റെ അടുത്തേക്ക് പോകുക. അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു, അവൻ അതിര് വിട്ടിരിക്കുന്നു, അവൻ ധിക്കാരിയായിരിക്കുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുക, ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്കാ. നീ പരിശുദ്ധി പ്രാപിക്കാൻ തയ്യാറുണ്ടോ? നീ നിർമാർഗം പ്രാപിക്കാൻ തയ്യാറുണ്ടോ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. നിന്റെ രക്ഷിതാവിലേക്കുള്ള നേരായ മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഫതഖ്ശാ. നിന്റെ ഹൃദയത്തിൽ ഒരു പക്ഷെ ഭയഭക്തി ഉണ്ടായേക്കാം, ഖുശൂ ഉണ്ടായേക്കാം. അള്ളാഹു നൽകിയ വലിയ ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അതാ ഫിർഔനിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്തായിരുന്നു പ്രതികരണം? അവനതാ അതിനെ കളവാക്കുകയാണ്, അനുസരണക്കേട് കാണിക്കുകയാണ്. എന്നിട്ട് പിന്തിരിയുകയാണ്. എന്നിട്ട് ഈ പ്രബോധനത്തിനെതിരിൽ അവൻ പ്രവർത്തനം നടത്തുകയാണ്. എന്നിട്ട് അവന്റെ കിങ്കരന്മാരെ, അവന്റെ അനുയായികളെ, അവന്റെ പട്ടാളത്തെ അവൻ വിളിച്ചു കൂട്ടിയിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ. എന്നെക്കാൾ വലിയ റബ്ബില്ല കേട്ടോ, എന്നെക്കാൾ വലിയ രക്ഷിതാവില്ല, എന്നെക്കാൾ വലിയ ദൈവമില്ല. ഞാനാണ് ദൈവം, ഞാനാണ് ഉന്നതനായ ദൈവം, ഞാനാണ് ഏറ്റവും വലിയ പടച്ചവനെന്ന് ഹുങ്ക് പറഞ്ഞ് ഫിർഔൻ. പരിശുദ്ധ ഖുർആനിന്റെ താളുകൾ നാം ഇങ്ങനെ പിറകോട്ട് മറിക്കുമ്പോ, സൂറത്തുൽ യൂനുസിലേക്ക് നാം എത്തുമ്പോ അതേ ഫിർഔനിന്റെ പതനത്തെ കുറിച്ച് പടച്ചറബ് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എത്ര വലിയ അധികാരമുണ്ടെങ്കിലും, എത്ര വലിയ സ്വാധീനമുണ്ടെങ്കിലും, എത്ര വലിയ പണത്തിന്റെ കൂമ്പാരമുണ്ടെങ്കിലും, എത്ര വലിയ സൈന്യ സന്നാഹമുണ്ടെങ്കിലും, എത്ര സുശക്തമായ അധികാരത്തിന്റെ കോട്ടക്കുള്ളിൽ വസിക്കുന്ന രാജാവായാലും അള്ളാഹുവിന്റെ പിടി വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ അവധി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആയത്തുകൾ സൂറത്ത് യൂനുസിലൂടെ
വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ചെങ്കടലിന്റെ തിരമാലകൾക്കിടയിലേക്ക് മുങ്ങിത്താണ് കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അദാബിനെ നേരിൽ കണ്ട, മരണത്തെ മുഖാമുഖം കണ്ട ഫിർഔനദാ പറയുകയാണ്, ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, ഞാനിതാ എന്റെ അഹങ്കാരം അവസാനിപ്പിക്കുന്നു, ഞാനിതാ എന്റെ ധിക്കാരം അവസാനിപ്പിക്കുന്നു, റബ്ബേ ഞാനൊന്നുമല്ലെന്ന് ഞാനിതാ സമ്മതിക്കുകയാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ ദുർബലനാണ് എന്ന് ഞാനിതാ സമ്മതിക്കുകയാണ്. അതോടൊപ്പം ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസയും ഹാറൂനും പറഞ്ഞ രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിക്കുകയാണ്. അള്ളാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യമാണ്, ഇപ്പോഴാണോ ഫിർഔന് നിനക്ക് ബോധോദയം ഉണ്ടാകുന്നത്? ഇപ്പോഴാണോ ഫിർഔനെ നിനക്ക് തിരിച്ചറിവുണ്ടാകുന്നത്? വഖദ് അസൈത ഖബൽ വകുന്ത മിനൽ മുഫ്സിദീൻ. എത്ര വിളിയാളങ്ങൾ നിന്റെ കർണപുടത്തിൽ വന്ന് പഠിച്ചിട്ടുണ്ട്, എത്ര ദൃഷ്ടാന്തങ്ങൾ നിന്റെ നയനങ്ങൾ കൊണ്ട് നീ കണ്ടിട്ടുണ്ട്. നിന്റെ കണ്ണ് തുറന്നില്ല, നീ അനുസരണക്കേട് കാണിക്കുകയായിരുന്നു. വകുന്ത മിനൽ മുഫ്സിദീൻ. അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് പ്രഖ്യാപിക്കാൻ വന്ന അവന്റെ ദൂതന്മാരെ മത്സരിച്ച് തോപ്പിക്കാനുള്ള ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നില്ല ഫിർഔന് നീ. അതുകൊണ്ട് നീ അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയുകയാണ്. അല്ലാഹു പറയുന്നു, ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇന്നേ ദിവസം ഈ ചെങ്കടലിന്റെ തിരമാലകൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഡെഡ് ബോഡി മാത്രമായിരിക്കും, അത് നിന്റെ ചേതനയേറ്റ ശരീരം മാത്രമായിരിക്കും, അത് നിന്റെ ശവം മാത്രമായിരിക്കുമെന്ന് പടച്ച റബ്ബ് ഫിർഔനിനോട് പറഞ്ഞതായി പറയുകയാണ്. എന്തിനാണത്? ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ആജ്ഞാനുവർത്തികളായി കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നീ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, നിന്നെ ആരാധിച്ചു കൊണ്ടിരുന്ന, നീ ദിവ്യപുരുഷനാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനത നിന്റെ തിരിച്ചുവരവിനെ കാത്തുകൊണ്ട് ആ കടലിന്റെ കരയിൽ നിൽക്കുന്നുണ്ട്. അവര് നീ മരിച്ചു എന്ന് വിശ്വസിക്കില്ല, നിനക്കൊരു നാശമുണ്ടെന്ന് അവരെ കാണാതെ വിശ്വസിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് അവരുടെ കണ്ണിലേക്ക് ഒരീച്ച വന്ന് മൂക്കിലിരുന്നാൽ അതിനെ തട്ടിക്കളയാൻ പോലും ശേഷിയില്ലാത്ത തരത്തിൽ രക്തയോട്ടം നിലച്ചുപോയ, ശ്വാസം നിലച്ചുപോയ, തണുത്തുറഞ്ഞ നിന്റെ ശരീരത്തെ ഞാൻ വലിച്ചിട്ട് കൊടുക്കുന്നതാണ്. ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്നെ കാത്തിരിക്കുന്ന നിന്റെ പടയാളികൾക്ക്, നിന്റെ കിങ്കരന്മാർക്ക്, നിന്റെ പ്രജകൾക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് ആ ആയത്ത് ഫിർഔനിനോട് സംസാരിക്കുന്ന ഭാഗം അവിടെ അവസാനിക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് മാലോകരോട് സംസാരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരോടുമായി റബ്ബ് സുബ്ഹാനഹു വ തആല വലിയൊരു ദൃഷ്ടാന്തം, വലിയൊരു സന്ദേശം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നത്? വ ഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ ദൃഷ്ടാന്തത്തെ കുറിച്ച്, നമ്മുടെ അത്ഭുതങ്ങളെ കുറിച്ച്, നമ്മുടെ അടയാളങ്ങളെ കുറിച്ച് അശ്രദ്ധരാണല്ലോ. അള്ളാഹുവിന്റെ വാക്കുകളാണ്. ഇതെന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ എടക്കരയിലെ ഗൈഡൻസ് സ്കൂളിൽ കൂടിയിരിക്കുന്ന ഓരോ മുസ്ലിം ആണും പെണ്ണും ചിന്തിക്കേണ്ട വിഷയമാണിത്. നമ്മുടെ ദൃഷ്ടാന്തത്തെ തൊട്ട്, നമ്മുടെ അടയാളങ്ങളെ തൊട്ട് അവർ അശ്രദ്ധരാണ് എന്ന് പടച്ച റബ്ബ് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മുടെ തൊട്ട് തടുകി കടന്നു പോയിട്ടുള്ളത്. കേരളക്കരയിൽ വന്നെത്തിയ വെള്ളപ്പൊക്കങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? ലോസ് ആഞ്ചലസിൽ നിന്നും മുഴുവനായി കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത കാട്ടുതീ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? ലോകത്തിന്റെ സകല സംവിധാനങ്ങളെയും സാങ്കേതികതകളെയും തോറ്റു തുന്നം പാടിച്ച ഉത്തിരിക്കുഞ്ഞനായ കൊറോണ വൈറസ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ? മനുഷ്യന് വിശദീകരിക്കാൻ കഴിയാത്ത വൈറസുകളുടെ, ബാക്ടീരിയകളുടെ ലോകം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ മനുഷ്യന്റെ വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത അജ്ഞാതമായ രോഗങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലയോ, അള്ളാഹു
അള്ളാഹുവിന്റെ പദ്ധതികളെ കുറിച്ച് നിർഭയരായിരിക്കുന്നവരെ, അത് നിർഭയത്വമല്ല, അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ നിരാശയാണ്, നഷ്ടമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫിർഔനിന്റെ പതനം പറഞ്ഞു തന്നിട്ട് പടച്ചിറപ്പ് നമ്മെ ക്ഷണിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്ത അവന്റെ ദൃഷ്ടാന്തത്തിലേക്കാണ്, അവന്റെ ഉണർത്തുപാട്ടുകളിലേക്കാണ്. എണ്ണിയാലൊടുങ്ങാത്ത അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന അടയാളങ്ങളിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ ഇന്നലകളിൽ അള്ളാഹു കൊടുത്ത അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കണ്ണുമഞ്ഞളിച്ചു പോയ വേറെയും ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്രൂദിനെ പോലെ, ഖാറൂനിനെ പോലെ, ഹാമാനിനെ പോലെ, അബൂജഹലിനെ പോലെ, വലീദ് ഇബ്നു മുഗീറയെ പോലെ ഒട്ടനവധി മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാൽ